ആയുഷ് സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ അഭയാർത്ഥി പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. യൂറോപ്പിൽ നടക്കുന്ന അരക്ഷിതാവസ്ഥയെ കുറിച്ച് സംസാരിച്ചു. അവിടെ അഭയാർത്ഥികൾ കയറി മുസ്ലിം രാജ്യം സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുന്നതിന്റെ, അവിടെയുള്ള രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഒരു അനാർക്കിസം ഉണ്ടാക്കുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഉം. അതുപോലെ തന്നെ അത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ പുതിയൊരു റിപ്പോർട്ട് വരുന്നത്. രാജ്യത്ത് ജനുവരി 21 ക്ഷമിക്കണം, 1-ാം തീയതി മുതൽ ബുർഖ, അതായത് നമ്മുടെ പർദ്ദ എന്നൊക്കെ പറയും, ആ സാധനം നിരോധിക്കാൻ പോവുകയാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യം, നമുക്കറിയാം സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് മാത്രമല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളും മതരാജ്യങ്ങളായിരുന്നു, ക്രിസ്ത്യൻ മതരാജ്യങ്ങളായിരുന്നു. പല രാജ്യങ്ങളും ഇപ്പോൾ അത് ഉപേക്ഷിച്ച്, മതം ഉപേക്ഷിച്ച് തിരികെ ഒരു എത്തീസത്തിലേക്കോ അല്ലെങ്കിൽ മതമില്ലാത്ത രീതിയിലേക്കോ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുപോലൊരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡ് ഈ വരുന്ന ജനുവരി 1-ാം തീയതി മുതൽ, അതായത് 2025 സ്റ്റാർട്ടിങ് മുതൽ രാജ്യത്ത് ബുർഖ നിരോധിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോ ഇതിന് അവർ പറയുന്ന കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ രസകരം എന്ന് പറയുന്നത്. ഒന്ന്, ബുർഖ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്തതിന് ഒന്നെന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നു. രണ്ടാമത്, സാമൂഹിക ഐക്യം തകർക്കും ഈ ബുർഖ എന്ന് പറയുന്ന വസ്ത്രം, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നു. അങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്വിറ്റ്സർലാൻഡ് ഇത് നിരോധിക്കാൻ ഒരുങ്ങുന്നത്. നിയമം ലംഘിക്കുന്നവർക്ക് 1000 സ്വിസ് ഫ്രാങ്ക് വരെ പിഴ നൽകേണ്ടി വരും എന്നും പറയുന്നു. ബുർഖയോട് എന്താണ് സാർ ഇത്ര വിരോധം യൂറോപ്യൻ രാജ്യങ്ങൾ? ഏഹ് ഇതൊരു ബാൻ ചെയ്യേണ്ട സംഗതി എന്ന് പറയുമ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇത് മുഖം മറയ്ക്കുന്ന സംഗതിയാണ് ഇവിടെ പ്രധാനമായിട്ടും ബാൻ ചെയ്യുന്നത്. ഈ നമ്മൾക്ക് അറിയാലോ, ഈ പർദ്ദ ഇപ്പോൾ ധരിക്കുന്നു അല്ലെങ്കിൽ അവർ തലയിൽ കൂടെ എന്തെങ്കിലും ഇടുന്നു എന്നതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ഹൂഡി, ജാക്കറ്റോ ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന അതുപോലെയല്ല പ്രശ്നം ഈ മുഖം മറച്ച് നടക്കുക എന്ന് പറയുന്നത്. മുഖം മറച്ചുകൊണ്ട് പബ്ലിക് പ്ലേസസിൽ വരാനുള്ളൊരു അനുവാദം, ഇതാണ് നമ്മൾ നിഷേധിക്കേണ്ടത് എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഒരു സെക്യൂരിറ്റി ത്രെട്ടാണത്. അതൊരു പബ്ലിക് ന്യൂസൻസും കൂടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു മറവിൽ പലതും നടക്കുന്നു. ഇപ്പോൾ യൂറോപ്പിലും അതുപോലെ ഇപ്പോൾ ഇന്ത്യയിലടക്കം പലപ്പോഴും നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ബാങ്ക് കവർച്ച നടക്കുന്ന സമയങ്ങളിൽ വന്നു കയറുന്ന ആളുകൾ ബുർഖാധാരികളായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതുപോലെ മറ്റു പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ ഇങ്ങനെ ഒരു മുഖം മറച്ചിട്ടുള്ളൊരു വസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളൊരു സംഗതി. ഒന്നാമത്തെ കാര്യം, ഈ ഹിജാബ് എന്ന് പറയുന്ന സംഗതിയുടെ ഒരു വകഭേദം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന നിക്കാബ് എന്ന് പറയുന്ന ഈ മുഖം മറച്ചിട്ടുള്ള എന്ത് പേരിട്ട് വിളിച്ചാലും അത് ഓരോ നാട്ടിൽ ഓരോ പേരാണ് വിളിക്കാറ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അതിനെ ചടൂർ, അങ്ങനെ പല പല പേരുകളിലൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഹിജാബ് എന്ന് പറയുന്നത് ഒരു വസ്ത്രമല്ല, അത് നമ്മൾ പറയാറുണ്ട്. അതൊരു വേറെ ഒരു മതചിഹ്ന തന്നെയാണ്, മതത്തിൻ്റെ ഒരു നിയമമാണ് അവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുഖം കൂടി മറച്ച് നടക്കുക എന്ന് പറയുന്നത് മതത്തിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ മുഖം മറയ്ക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാമികമായൊരു നിയമത്തെ റദ്ദാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇസ്ലാമിലുണ്ട്. മുഖം മറച്ചിരിക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ഈ ഹിജാബ് റൂൾ എന്ന് പറയുമ്പോൾ മറ എന്നാണ് ഈ ഹിജാബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. ഓക്കെ, മറയ്ക്കുക എന്നാണ്. അപ്പോൾ ഈ മറ എന്ന് പറയുന്നത് വെറും ഒരു തുണിക്കഷ്ണത്തിൽ നിൽക്കുന്നതല്ല. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, അവർ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം എന്നും കൂടിയാണ് പഠിപ്പിക്കുന്നത്. അതാണിപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ അവർ ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് ഈ മുഖം മറയ്ക്കണം എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ മുഖം എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ ഉണ്ടാക്കും എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ടെംപ്റ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂടിയിട്ട് നടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സത്യം പറഞ്ഞാൽ ഈ ടെംപ്റ്റേഷൻ ഉണ്ടാക്കി നടക്കുന്ന മുസ്ലിം സ്ത്രീകളാണ് എന്ന് ആണ് ഇവിടെ ഈ പറഞ്ഞു വെക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ചരിത്ര പശ്ചാത്തലം എന്താണ് സാർ ഈ ബുർഖയുടെ? ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനത് പങ്കുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീപ്പ് ശബ്ദം ഇടാനേ നേരം കാണുള്ളൂ. അത് അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. എന്നാലും ഞാൻ പരമാവധി ഒന്ന് ബീപ്പില്ലാതെ പറയാം. ഇനി വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ ബീപ്പ് ശബ്ദം. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇസ്ലാം വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാടുകളിലുള്ള ഒരു ആചാരമാണ് ഈ മറച്ച് നടക്കുക എന്ന് പറയുന്നത്. അതൊരു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത്. കാരണം ഒരു 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 നോബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ രാജഭരണത്തിലുള്ള ആളുകൾ, അവരുടെ സ്ത്രീകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് അധികം വസ്ത്രം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ചു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ, അത് സ്ത്രീകൾക്ക് വരുമ്പോൾ അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് ഒരു സിഗ്നലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നത്. അത് പുരാതന കാലം മുതൽ ഉണ്ടായിരുന്നതാണ്. ഇതിനി അറേബ്യൻ രാജ്യത്തേക്ക് വരുമ്പോൾ, ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, 6-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ
അവിടെയും ഈ പറയുന്ന മുഖം മറച്ച് നടക്കുന്ന പരിപാടിയും അല്ലെങ്കിൽ ഇതുപോലെ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നത് അവിടെയും ആളുകളുണ്ട്. ജൂതന്മാരായിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ അവിടെയുള്ള ആളുകൾ ഇത് ചെയ്തിരുന്നതാണ്. അപ്പോഴും ഇത് ഇസ്ലാമിൽ നിയമമായിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലാമിലേക്ക് ഇത് നിയമമായിട്ട് വരുന്നത് എപ്പോഴാണ്? അത് മുഹമ്മദ് നബിക്ക് തോന്നിയിട്ട് മുഹമ്മദ് നബിക്ക് പടച്ചോൻ ഇറക്കി കൊടുത്ത വഹിയിലുള്ളതല്ല ഈ പറയുന്ന സാധനം. തുടക്കത്തിൽ അങ്ങനെയല്ല ഇത് വന്നത്. ഇത് മുഹമ്മദ് നബിയുടെ ആ കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന സഹാബികളെന്ന് വിളിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ള ആളുകൾ, നമ്മളുടെ ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുള്ള ഉമറിൻ്റെ ഭരണം വരണം എന്ന് പറയുന്ന ആ സംഗതിയിലെ ഉമർ, മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അവരുടെ സംഘത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള വ്യക്തി. വളരെയധികം ശൂരവീര പരാക്രമിയാണ്, വളരെ അഗ്രസീവാണ് ആൾ. അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഇതൊക്കെ പറയുമ്പോൾ വരുന്നൊരു ചിത്രം ഒരു വളരെ മാന്യനായൊരു വ്യക്തിയുടെ ചിത്രമാണ് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അങ്ങനെ ഒരു മാന്യത ഇല്ല അവിടെ. ഇതൊരു കൊള്ളസംഘവും ആ കൊള്ളസംഘത്തിലെ ചില പ്രധാനപ്പെട്ട ശിങ്കിടികളും, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിത്രം. അങ്ങനെ പറയുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ആ നാട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവുണ്ട്: സ്വതന്ത്ര സ്ത്രീകളും അടിമ സ്ത്രീകളും. ഈ അടിമ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ആ അടിമ സ്ത്രീകളെ അടിമകളാക്കി പിടിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വതന്ത്രരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാഫിറായിട്ടുള്ള സ്ത്രീകളെ പോയി ആക്രമിച്ച് അവരുടെ ഗോത്രം കൊള്ളയടിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും പിടിച്ചെടുക്കുന്ന സ്ത്രീകളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കഴിയുമ്പോൾ അങ്ങനെയാണ് അവർ ഈ അടിമകളായിട്ട് മാറ്റപ്പെടുന്നത്. ഇങ്ങനെയാണ് അടിമകൾ ഉണ്ടാക്കപ്പെടുന്നത്. എന്നിട്ട് അങ്ങനെയുള്ള സ്ത്രീകൾ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളടക്കം, മുഹമ്മദ് നബിക്ക് അടക്കം അടിമകളുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അവരിലുള്ള സ്ത്രീകളെ ഇവർക്ക് തോണ്ടാം, അവരെ നോക്കാം, അവരെ പൂവാലന്മാരായിട്ട് അവരെ ശല്യം ചെയ്ത് നടക്കാം. ഇങ്ങനെയെല്ലാം അവിടെ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, അതായത് ഈ അടിമ സ്ത്രീകളെയും സ്വതന്ത്ര സ്ത്രീകളെയും വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ നല്ല ഒന്നാം നമ്പർ പൂവാലനായിരുന്നു നമ്മളുടെ ഉമർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പൂവാലനായി നടക്കുന്ന ആ കൂട്ടത്തിൽ ആളുകൾ നടക്കുന്ന സമയത്ത്, അതിൽ നേതാവായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ഇവർ ശല്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുഹമ്മദ് നബിയുടെ ഭാര്യമാർ പോലും പെടുന്ന അവസ്ഥയുണ്ടായി. കുറേ ഭാര്യമാരുണ്ടല്ലോ. അങ്ങനെ ഒരിക്കൽ ഈ മുഹമ്മദ് നബിയുടെ ഭാര്യയായ സൗദ രാത്രി വെളിമ്പറമ്പിലേക്ക് പോയ സമയത്ത് ഇങ്ങനെ ഉമർ ഇത് കാണാനിടയായി. അങ്ങനെ ഉമർ പറയാണ്, ആ സൗദ എന്നെ നമ്മൾ കണ്ടുട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കുറേ നാളായിട്ട് ഉമർ മുഹമ്മദിൻ്റെ അടുത്ത് പറയാണ്, ഇതൊന്ന് ഈ മുഖം മറിച്ച് നടക്കാൻ പറയണം, നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് ഒന്ന് മുഖം മറിച്ച്. എന്നാൽ നമുക്ക് അറിയാലോ ഇത് മുഹമ്മദിൻ്റെ ഭാര്യയാണ്, ഇവരെ നമ്മൾ ശല്യം ചെയ്യരുത്, ബാക്കിയുള്ളവരെ ശല്യം ചെയ്താൽ മതി എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് നിരന്തരം പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉമറെ, ഇതൊക്കെ അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയെ ഇതുപോലെ പിടികൂടുന്ന അവസ്ഥ വന്നപ്പോൾ, അത് കയ്യോടെ മുഹമ്മദ് നബി വിവരം അറിയുന്ന ഒരവസ്ഥ വന്നപ്പോൾ അടുത്ത ദിവസം രാവിലെ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഇറങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മുതൽ പറയുകയാണ്, ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് സ്വതന്ത്രരായ സ്ത്രീകൾ നിങ്ങളുടെ മൂടുപടം അതിങ്ങനെ താഴ്ത്തിയിടുക, നിങ്ങളിങ്ങനെ മറിച്ച് നടന്നോളുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇൻസ്ട്രക്ഷൻ ഇറങ്ങുകയാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വരാനുള്ള കാരണം മുഹമ്മദ് നബി അല്ല, അള്ളാഹു അല്ല, ഇത് ഉമറിൻ്റെ പൂവാല സ്വഭാവമാണ് അവിടെ സത്യത്തിൽ ഇതിന് വഴിവെച്ചത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്നിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇറാനിലെ പെൺകുട്ടികളടക്കം ഇങ്ങനെ തല്ലി കൊല്ലപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ പറയുന്നത്, അന്ന് ഈ അറേബ്യയിൽ 6-ാം നൂറ്റാണ്ടിൽ മര്യാദയ്ക്ക് വെളിയിൽ പോകാൻ ഇതുപോലെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു സംവിധാനം, ഞാൻ ഏറ്റവും നല്ല ഭാഷയിൽ പറയുകയാണ്, നല്ലൊരു സംവിധാനം, നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സ്ത്രീകൾ ഇതേപോലെ ഈ ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു മതചിഹ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ലായിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം ഈ ശൗചാലയം അത് പണിയുന്നതിനെക്കുറിച്ചുള്ള പദ്ധതികളൊക്കെ ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി അഥവാ ഇനി ആരെങ്കിലും ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വല്ല വസ്ത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പഴിയും അതിൻ്റെ ആ ദുരിതവും പേറേണ്ടി വരെ സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ നമ്മൾ പക്ഷെ ഇവിടെയുള്ള താത്തമാരെല്ലാം പറയുന്നത് എന്റെ ഇക്കാന്റെ ചോയ്സ് ആണെന്നാണ്. അതെ, ഇക്കാൻ്റെ ചോയ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഇക്കാൻ്റെ ചോയ്സ് തന്നെയാണല്ലോ. അതെന്താണ്, നിങ്ങൾക്ക് ചുമന്ന പർദ്ദ ഇടണോ, പച്ച പർദ്ദ ഇടണോ, കറുത്തത് ഇടണോ, ഇതൊക്കെ അവർക്ക് ചോയ്സ് തന്നെയാണ്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ഇതേ ചോയ്സ് ഉള്ളൂ എന്നതാണ് പ്രശ്നം. ഇത് ഊരാൻ പറഞ്ഞാൽ അപ്പൊ കണ്ണൂരിട്ടു. പക്ഷെ ഞാൻ വേറൊരു ചോദിക്കട്ടെ സാർ, ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇക്കാന്റെ ചോയ്സ് എന്നതിലുപരി ഇത് ഭയങ്കരമായിട്ടുള്ള, ഞാൻ ഇത് ഇടുന്ന സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഇടാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഇതിൽ കംഫർട്ടബിൾ ആണ് എന്നാണ് മറ്റേത് സ്ത്രീയെക്കാട്ടിലും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് അതിന്റെ പിറകിൽ വേറൊരു ചിന്തയില്ല എന്നുള്ളതാണ്. ആരും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നൊരു ചിന്തയില്ല, ഇത് ഞങ്ങളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല എന്നൊരു ചിന്തയില്ല. ഇത്
ഞാൻ വളരെ സീരിയസ് ആയിട്ട് അത് ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഒരു വളരെ ഒരു ദേഷ്യത്തോടു കൂടി എന്നോട് പറഞ്ഞത്, ബാക്കി ഏത് സ്ത്രീകളെക്കാട്ടിലും ഞാൻ കംഫർട്ടബിൾ ആണ് ഇതിൽ, അത് എന്റെ കംഫർട്ട് ഞാൻ നോക്കിയാൽ പോലെ, ഇത് എന്റെ ഇഷ്ടമാണ്, അതിനെന്തിനാണ് നിങ്ങൾ കൈ കടത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവർ എന്നോട് ചോദിക്കുന്നത്. ഈ ചോദ്യം വരുന്നതിൻ്റെ കാരണം ഒന്ന്, ഈ പശ്ചാത്തലം അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. രണ്ട്, ഇസ്ലാമിൽ അടുത്തൊരു നിയമം കൂടി ഉണ്ട്. അടിമ സ്ത്രീകൾ മുസ്ലിം ആണെങ്കിൽ പോലും ഇത് ഇടാൻ പാടില്ല എന്നും കൂടി ഉണ്ട്. അതും കൂടി അറിയണ്ടേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഉമറിൻ്റെ മുന്നിലൂടെ ഒരു അടിമ സ്ത്രീ ഇതുപോലെ തലയിൽ തട്ടവിട്ടിട്ട് നടന്നു പോവാണ്. ഹിജാബ് ഇട്ട് നടന്നു പോയപ്പോൾ ഉമർ ചോദിക്കുന്നത് എന്താണ്? ഉമർ ചോദിക്കുന്നത് നിന്നെ സ്വതന്ത്രയാക്കിയോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ കുട്ടി പറയാണ്, ഇല്ല സ്വതന്ത്രമാക്കിയിട്ടില്ല, ഞാനിപ്പോഴും അടിമ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഉമർ ചോദിക്കുന്നത്, പിന്നെ നിന്നോട് ആരാ പറഞ്ഞത് നീ അടിമയാണെങ്കിൽ ഇത് തലയിലിടാൻ, മര്യാദയ്ക്ക് ഊരടി എന്ന് പറയാണ്. അപ്പോൾ ആ കുട്ടി ആകെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ ഉമർ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്തിട്ട് തല്ലി അത് താഴെ ഇടിക്കുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ആദ്യത്തെ ഹിജാബ് വടിയെടുത്ത് തല്ലി ഊരിച്ച സംഖ്യ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമർ തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുണ്ട് ഇതിനൊരു വശം. അപ്പോൾ ഇവർ പറയുന്ന എംപവർമെൻറ്റ്, ഇവർ പറയുന്ന ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ഇത് അങ്ങനെയാണ് സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ഊരുന്നതിനെക്കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ, ഇത് ഇടുന്നതിനെക്കുറിച്ചും കൂടി നമ്മൾ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു അടിമ സ്ത്രീ മുസ്ലിം ആണെങ്കിൽ പോലും ഇത് ഇടാനുള്ള അനുവാദം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അത് നിഷിദ്ധമാണ്. കാരണം അടിമ സ്ത്രീ അവളുടെ ഔറത്ത് എന്ന് പറയും, അതായത് അവരുടെ വേഷവിധാനം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ നിയമം എങ്ങനെയെന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടേതിന് തുല്യമാണ്. അതായത് അവർ മാറുമറയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇവർ പറയും, മാറുമറയ്ക്കൽ സമരമൊക്കെ നടത്തിയ കാലത്ത് നമ്മളിവിടെ വലിയ ഹിജാബ് ഒക്കെ ഇസ്ലാം 1400 വർഷം മുന്നേ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇസ്ലാമിൽ അടിമ സ്ത്രീക്ക് മാറുമറയ്ക്കാനുള്ള അവകാശമില്ല. ഇന്ന് അടിമ സമ്പ്രദായം ഇന്ന് ബാക്കിയുള്ള ബോധമുള്ള ആളുകൾ നിരോധിച്ചുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിൽ ഇന്ന് അടിമ സമ്പ്രദായം അതില്ലാത്തത്, അല്ലെങ്കിൽ അവർക്കത് കൊണ്ടു നടക്കാൻ പറ്റാത്തത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ പ്രായോജകരായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് മാറുക അത് ഇവിടുത്തെ മുസ്ലിം സമൂഹമായിരിക്കും. കാരണം അത് ലോകം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ലോകത്ത് അടിമത്വം നിരോധിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടും ഇത് ഇസ്ലാം ഞങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇത് കുറേ കാലം കൊണ്ട് നടന്നിരുന്ന ഒരു കൂട്ടർ ഈ അറബ് ലോകമാണ്, മുസ്ലിങ്ങൾ തന്നെയാണ്. അവസാനം 1960കളൊക്കെ ആകുമ്പോൾ UN-ൻ്റെ ഒക്കെ പ്രഷറൈസേഷനെ തുടർന്നാണ് ഇത് അവിടുന്ന് ഒഴിവാക്കുന്ന ഒരു നിർബന്ധിതാവസ്ഥ വരുന്നത് പോലും. 60കളിലൊക്കെ മക്കയിലൊക്കെ ആ പ്രദേശത്തൊക്കെയുള്ള ഈ അടിമ ചന്തകളുടെ ചരിത്രം, അതിൻ്റെ ചിത്രീകരണം ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കി അതിൻ്റെ വീഡിയോ ഡോക്യുമെൻ്ററീസ് നിങ്ങൾക്ക് കാണാം. SK പൊറ്റേക്കാടിൻ്റെ ഒക്കെ എഴുത്തുകളിൽ പലതും പരാമർശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഇപ്പോഴും അത് നമുക്ക് കാണാം. ലോകത്ത് തന്നെ അടിമ സമ്പ്രദായം ഏറ്റവും അവസാനം നിരോധിച്ച, അല്ലെങ്കിൽ അതൊരു ക്രിമിനലൈസ് ചെയ്തൊരു സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇസ്ലാമിക രാജ്യമാണ്. മൗറിറ്റാനിയ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യമാണ്. അത് തന്നെ പലതവണ ശ്രമിച്ചിട്ട് ഇപ്പോഴും അവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ ജാതി വിവേചനത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന പോലെ അവിടെ ഇപ്പോഴും സംസാരിക്കുന്നത് അടിമത്തത്തെക്കുറിച്ച്, അതിനെതിരെ സംസാരിക്കുന്ന സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ഗതികേടാണ് ഇന്നും ഇതുപോലെയുള്ള ചില അറബ് രാഷ്ട്രങ്ങളിലുള്ളത്. ഇനി ഇതൊക്കെ നിരോധിച്ചെങ്കിലും ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അടിമകളെ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഇപ്പോഴുണ്ട്. ഐസിസ് യസീദികളെ കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ഇവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താ ചെയ്തത്? അടിമകളാക്കുകയാണ് ചെയ്തത്. നാദിയ മുറാദിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾ വായിക്കുക. അങ്ങനെ ഓരോ സ്ഥലത്തും ഐസിസൊക്കെ അത് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് യുദ്ധത്തിലേക്ക് വരൂ, ജിഹാദിന് വരൂ, നിങ്ങൾക്ക് നല്ല സ്ത്രീകളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അടിമകളെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരെ ഈ ജിഹാദിന് ഇൻവൈറ്റ് ചെയ്തതുപോലെ നമ്മൾ കാണുകയാണ്. ഇത് മുഹമ്മദ് നബിയുടെ അതേ സെൻറ്റൻസാണ്, അതേ വാചകങ്ങളാണിത്. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വരൂ, ഇവിടെ നിങ്ങൾക്ക് ഈ ബൗണ്ടി നിങ്ങൾക്ക് കിട്ടും, ഇങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് കിട്ടും. റോമ രാജ്യം അത് റോമാക്കാരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ മുഹമ്മദ് നബി പച്ചയ്ക്ക് പറയുന്നതാണിത്. അവിടെ നല്ല വെളുത്ത പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് നബി അവരെ വിളിക്കുന്നത്, യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് ഐസിസ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇതും ഐസിസൊക്കെയാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഏതായാലും ഹിജാബിൻ്റെ വിഷയം വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അത് ഒരു മുഖം മറച്ചുകൊണ്ട് പുറത്തേക്ക് വരിക എന്നുള്ളത് അതൊരു പബ്ലിക് ത്രെട്ട് തന്നെയാണ്, അതൊരു സെക്യൂരിറ്റി കൺസേൺ ആണ്. പിന്നെ ഇനി ഹിജാബ് എന്ന് പറയുന്ന സാധനത്തിന് എന്നാൽ പിന്നെ അത് മുഖം മറയ്ക്കാതെ ആയിക്കോട്ടെ എന്ന് പറയാൻ അതിനും എന്നെ കിട്ടില്ല. കാരണം അത് ഊരാനുള്ള സ്വാതന്ത്ര്യം ഇവർ അനുവദിക്കാത്ത കാലത്തോളം അത് ഇടുന്നതിനെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഒരുക്കല്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, വളരെ നന്ദി ആരിഫ് ഹുസൈൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.